So, welcome back my dear students. ഇന്ന് നമ്മൾ സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ എക്സസൈസിലെ ബാക്കി ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈക്വൽ ടു ബി ഓർ നോട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സെറ്റുകൾ തന്നിട്ടുണ്ട്, അത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് സെറ്റ് നോക്കൂ, ഇറ്റ്സ് എ ബി സി ഡി ഡി സി ബി എ. ഇതിലെ എലമെൻറ്റ്സ് സെയിം ആണ് അല്ലേ, എലമെൻറ്റ്സ് സെയിം ആണ്. സോ നമുക്ക് എന്ത് പറയാം, എ ഈക്വൽ ടു ബി ആണെന്ന് പറയാം. അപ്പോൾ ഇൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ we have a equal to b. എലമെൻസിൻ്റെ ഓർഡർ മാറില്ല, എലമെൻസിൻ്റെ ഓർഡർ മാറിക്കഴിഞ്ഞാൽ നമ്മളെ സെറ്റ് മാറില്ല. സോ ഇത് രണ്ടും ഈക്വൽ ആണ്. അടുത്തത് നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്, എ ഈക്വൽ ടു 4 8 12 16. അതേപോലെ ബി എന്നുള്ളത് 8 4 16 18. അപ്പോൾ ഇതിൽ നമ്മളെ സെറ്റ് എ നോക്കുമ്പോൾ 12 എന്നുള്ള എലമെൻ്റ് ഉണ്ടല്ലോ അല്ലേ, 12 എന്നുള്ള എലമെൻ്റ് ഉണ്ട്. അത് നമ്മൾ രണ്ടാമത്തേൽ എഴുതുകയാണ്. 12 ബിലോങ്സ് ടു സെറ്റ് എ. 12 എന്നുള്ള എലമെൻറ്റ് നമ്മളെ സെറ്റ് ബിയിലുണ്ടോ? സെറ്റ് ബിയിൽ 8 4 16 18 ആണുള്ളത്, 12 ഇല്ല. അപ്പോൾ എന്ത് പറയാൻ പറ്റും, 12 ഡസ് നോട്ട് ബിലോങ്സ് ടു സെറ്റ് ബി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ ഇസ് നോട്ട് ഈക്വൽ ടു ബി. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അങ്ങനെ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തേൽ എന്താണ്, 2 4 6 8 10 അല്ലേ, 2 4 6 8 10. പിന്നെ ബി എന്ന് പറയുന്നത് എക്സ് ഇസ് എ പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബി എന്നുള്ള സെറ്റിനെ നമ്മൾ ആദ്യം റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് പിന്നെ നമ്മൾ നോക്കണം ഇത് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തേത് എഴുതാൻ പോവാണ്. മൂന്നാമത്തെ നമ്മളെ സെറ്റ് എ എന്താ വരുന്നത്, സെറ്റ് എ എന്ന് പറയുന്നത് 2 4 6 8 10 ആണ് അല്ലേ. 2 4 6 8 10. അടുത്തത് സെറ്റ് ബി. സെറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പോസിറ്റീവ് ആയിരിക്കണം, ഈവൻ ഇൻറ്റീജർ ആയിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇൻറ്റീജേഴ്സ് ഏതൊക്കെയായിരിക്കും, ഈവൻ ആയിരിക്കണം അല്ലേ. ഫസ്റ്റ് ഈവൻ ഇൻറ്റീജർ അപ്പോൾ 2 ആണ്. 2 4 5 5 വരില്ല, 6 8 10 വരുമോ, 10 ഉണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞത്, അപ്പോൾ 10 വരും. വേറെ ഏതെങ്കിലും വരുമോ, പോസിറ്റീവ് ആയിരിക്കണം, ഈവൻ ആയിരിക്കണം. അപ്പോൾ 2 4 6 8 10 ഇതായിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആണോ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റും. 2 4 6 8 10 ആണെന്ന് പറയാൻ പറ്റും. അടുത്തത് നമ്മളെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ, ഫോർത്ത് ക്വസ്റ്റ്യൻ എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. അപ്പോൾ 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 20 30 40 50 ഇതൊക്കെ ആയിരിക്കുമല്ലോ. അതൊരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഫൈനൈറ്റ് സെറ്റ്, എന്താണ് ഇൻഫിനിറ്റ് സെറ്റ് എന്ന്. അപ്പോൾ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബൗണ്ട് പറഞ്ഞിട്ടില്ല അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇവിടെ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10 പറഞ്ഞുള്ളൂ. അപ്പോൾ അത് ഇൻഫിനിറ്റ്ലി 10ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം വരും. അപ്പോൾ അതെന്തായിരിക്കും, എ ഈക്വൽ ടു 10ൻ്റെ മൾട്ടിപ്പിൾ എന്നല്ലേ പറഞ്ഞു. അപ്പോൾ 10 20 30 40 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് പോകും. അതായിരിക്കും നമ്മളെ സെറ്റ് എ. അടുത്തത് സെറ്റ് ബി എന്തായിരിക്കും, സെറ്റ് ബി 10 15 20 25 30 ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ആ സെറ്റ് ഈക്വൽ അല്ല, കാരണം 15 അതിലില്ല. 10 15 20 എക്സെട്ര. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളെ 15 ഇതിലില്ല, 15 എ എന്നുള്ള സെറ്റിലില്ല. അപ്പോൾ എങ്ങനെ എഴുതാം, 15 ഡസ് നോട്ട് ബിലോങ്സ് ടു സെറ്റ് എ എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം, എ നോട്ട് ഈക്വൽ ടു ബി അല്ലേ. അപ്പോൾ ഫോർത്ത് കേസിൽ നമ്മളെ സെറ്റ് എയും ബിയും ഈക്വൽ അല്ല. ഓക്കെ, ഇനി ആർ ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ് ഈക്വൽ, ഗിവ് റീസൺ. ഇതേപോലെ നമ്മൾ എയും ബിയും ഈക്വൽ ആണോ നോക്കണം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് സെറ്റ് 2 3 ആണ്. അടുത്തത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എഴുതി നോക്കണം എന്താണ് വരിക എന്നുള്ളത്. ഇത് നമ്മളെ സെറ്റ് ബിൽഡർ ഫോമാണ്, അത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കണം. അപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതി എന്താ വരിക, റോസ്റ്റർ ഫോമിൽ എഴുതാൻ പോവാണ് ഞാൻ. എ എന്നുള്ളത് 2 3, ബി എന്നുള്ളത് എന്തായിരിക്കും, ബി എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കാണുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് സൊല്യൂഷൻ കാണുക, എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ്, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടണം. അങ്ങനത്തെ രണ്ട് നമ്പേഴ്സിനെ കണ്ടുപിടിക്കണം. സോ എങ്ങനെയായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ്
5x പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോൾ ഇതിന് നമുക്ക് 2ഉം 3ഉം ചെയ്യാം അല്ലേ. 2 × 3 6 ആണ്. അതേപോലെ 2 + 3 എന്നുള്ളത് എന്താണ് 5 ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? x² പ്ലസ് 3x പ്ലസ് 2x പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? x പ്ലസ് 3 പ്ലസ് 2 × x പ്ലസ് 3 വരും അല്ലേ, ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമ്മൾ x പ്ലസ് 3 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? x പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ x ഈക്വൽ ടു എന്ത് കിട്ടി? -3 -2. ഇതാണ് നമ്മളെ എന്ത് എക്സിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇവിടുത്തെ നമ്മളെ സെറ്റിൽ എന്താ വരിക? സെറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൊല്യൂഷൻസ് എന്തായിരുന്നു? -2 -3. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല അല്ലേ. കാരണം എന്താണ്? ഒന്ന് 2 3 ആണ്, ഒന്ന് -2 -3 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താ? വിച്ച് ഇംപ്ലൈസ് എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റും. അതല്ലേ ക്വസ്റ്റ്യൻ? അതല്ലേ. അപ്പോൾ നമ്മൾ എന്തായിരുന്നു? ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അടുത്തത് നമ്മളെ ബി എന്തായിരുന്നു? എ സച്ച് ദാറ്റ് എക്സ് ഇസ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ എന്നുള്ള വേർഡിലുള്ള ലെറ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സെറ്റിൽ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു സെറ്റിൽ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ സോ ഇതിന്ന് നമുക്ക് പറയാൻ പറ്റും എഫ് ഉണ്ട്, ഒ ഉണ്ട്, എൽ ഉണ്ട്. പിന്നെ എൽ രണ്ടാമത്തെ വട്ടം വന്നു, അപ്പോൾ അത് എഴുതണ്ട, ഒരു വട്ടം എഴുതിയാൽ മതി. പിന്നെ എന്താണ്? ഒ നമ്മൾ എഴുതിയതാണ് ഡബ്ല്യു. അപ്പോൾ FOLW അല്ലേ വരിക? FOLW ആണ് വരിക. അപ്പോൾ ഞാൻ എ എഴുതി. എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? FOLW ആയിരിക്കും. ഓക്കെ. അടുത്തത് എന്താ? ബി വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് വോൾഫ് എന്നുള്ള വാക്കിലുള്ള ലെറ്റേഴ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിലേതൊക്കെയാണുള്ളത്? WOLF അല്ലേ. WOLF ആണുള്ളത്. അപ്പോൾ സോ ബി എന്തായിരിക്കും? WOLF. അപ്പോൾ ഇത് രണ്ടിലും FOLW WOLF രണ്ട് സെയിം എലമെൻറ്റ്സ് ആണല്ലോ. സെറ്റിൽ നമ്മൾ എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, സെയിം സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഒരു വട്ടം എഴുതിയാൽ മതി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇനി ഫ്രം ദി സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സെറ്റ് തന്നിട്ടുണ്ട്. ഈ സെറ്റ് എല്ലാം ഈക്വൽ ആണോ? ഇതിലുള്ള ഈക്വൽ സെറ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ എയും ബിയും സിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നോക്കാം. 2 4 8 12 അതുപോലെ വരുന്ന ഏതെങ്കിലും ഉണ്ടോ? 2 4 8 12നോട് ഈക്വൽ ആയിട്ട് ഒന്നുമില്ല. പിന്നെ അതേപോലെ 1 2 3 4 1 2 3 4 ഇതാ 1 2 3 4 വരുന്നുണ്ട്. ഓക്കെ. 1 2 3 4 വേറെ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ഫസ്റ്റ് ബി ഈക്വൽ ടു ഡി എന്ന് പറയാമല്ലോ. കാരണം നമ്മളെ ബിയിൽ 1 2 3 4 ആണുള്ളത്, ഡിയിൽ 3 1 4 2 ആണ്. അതിൽ ഓർഡർ ചേഞ്ച് ചെയ്താലും പ്രശ്നമില്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ ബി ഈക്വൽ ടു ഡി കിട്ടി. പിന്നെ അതേപോലെ 4 8 12 14 അതുണ്ടോ? ഇല്ല അല്ലേ, ഇല്ല. പിന്നെ അതേപോലെ 1 - 1 ഉണ്ട്. അപ്പോൾ ജിയും ഇയും ഈക്വൽ ആണ്. രണ്ടാമത്തെ സെറ്റ് ഏതാണ്? ജി ഈക്വൽ ടു ഇ പറയാൻ പറ്റൂ അല്ലേ. അതെന്തായിരുന്നു? 1, -1. അത് രണ്ടും -1 1ഉം 1 - 1 സെയിം ആയിരിക്കും. അതേപോലെ ബി ഈക്വൽ ടു ഡി എന്തായിരുന്നു? 1 2 3 4. പിന്നെ ഉണ്ടോ? പിന്നെ ഒന്ന് 0 1ഉം 0 എയും ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ അല്ല. കാരണം ഒന്നിൽ 1 ആണുള്ളത്, ഒന്നിൽ എ ആണുള്ളത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്കിവിടെ ഉള്ള ഈക്വൽ സെറ്റ്, വേറെ ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സബ്സെറ്റ് എന്നുള്ളതാണ്. എന്താണ് സബ്സെറ്റ്? നമ്മൾ സെറ്റിനെ പറ്റി പഠിച്ചു അല്ലേ. സെറ്റ് എന്തായിരുന്നു? ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആയിരുന്നു സെറ്റ്. അപ്പോൾ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ പറയുക? സബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറിയൊരു സംഭവം. അപ്പോൾ ആ സെറ്റിൽ നിന്ന് കുറച്ച് എലിമെൻറ്റ്സ് എടുത്ത് ഉണ്ടാക്കുന്നതാണ് എന്ത്? സബ്സെറ്റ് എന്നുള്ളത്. അത്രയേ ഉള്ളൂ. സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ സെറ്റ് ഉണ്ടല്ലോ, കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് ഉള്ള സെറ്റിൽ നിന്നും കുറച്ച് എലിമെൻറ്റ്സിനെ എടുത്ത് ഉണ്ടാക്കുന്നതാണ് എന്ത്? സബ്സെറ്റ്. ഓക്കെ. അപ്പോൾ ഈ സെറ്റ് is said to be a subset of a set B if every element of A is also an element of B. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു ബി എന്നുള്ള വലിയ സെറ്റ് എടുത്തു. നമ്മൾ ആദ്യം പഠിച്ച ഒരു വലിയ സെറ്റ് ഉണ്ടല്ലോ ബി, അങ്ങനെ ഞാനൊരു വലിയ സെറ്റ് എടുത്തു. അതിൽ നിന്ന് കുറച്ച് എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് ഉണ്ടാക്കി. അതിനെ ഞാൻ എന്ത് പറയുക? സബ്സെറ്റ് എന്ന് പറയുക. അതിനെ ഞാൻ എന്ത് വിളിച്ചു? എ എന്ന് വിളിച്ചു. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും.
അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നൊട്ടേഷനാണ് എങ്ങനെ, എ സബ്സെറ്റ് ഓഫ് ബി നമ്മൾ ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാലാണ് സബ്സെറ്റിൻ്റെ നൊട്ടേഷൻ. അതേപോലെ തന്നെ എ ബിലോങ്സ് ടു എ ആണെന്നുണ്ടെങ്കിൽ എ ബിലോങ്സ് ടു ബി ആയിരിക്കും അല്ലേ? അതെന്തുകൊണ്ടാണ്? കാരണം ഞാൻ ഈ സ്മോൾ എനെ ഞാൻ എവിടെ നിന്ന് എടുത്തതാ? ഈ സ്മോൾ എനെ ഞാൻ വലിയ സെറ്റായിട്ടുള്ള ബിയിൽ നിന്ന് എടുത്തിട്ട് എവിടെ കൊണ്ടുവച്ചു? ഞാനതിനെ വലിയ സെറ്റായിട്ടുള്ള ബിയിൽ നിന്ന് എടുത്തിട്ട് എയിൽ കൊണ്ടുപോയി വെച്ചു അല്ലേ? ക്യാപിറ്റൽ എയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ എന്ത് കിട്ടും? എ എന്നുള്ളത് എയിൽ ക്യാപിറ്റൽ എയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എ എന്നുള്ളത് ബിയിലുണ്ടായിരിക്കും അല്ലേ? കുഞ്ഞ് സെറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും വലിയ സെറ്റിലുണ്ടാവുമല്ലോ. അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓഫൺ കൺവീനിയൻറ്റ് ടു യൂസ് എ സിമ്പിൾ ഇംപ്ലൈസ്. അപ്പോൾ ഇംപ്ലൈസ് എന്നുള്ള സിമ്പിൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ഇതാ എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബി ആണ് ഇഫ് എങ്ങനെയാണ്? എ ബിലോങ്സ് ടു എ. എ ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എന്താ? എ ബിലോങ്സ് ടു ബി ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ സബ്സെറ്റിൻ്റെ ഡെഫിനേഷൻ. നമ്മൾ ഒരു ചെറിയ സെറ്റിൽ നിന്നൊരു എലമെൻറ്റ് എ എടുത്തു, അപ്പോൾ അത് എവിടെ ഉണ്ടാവും? അത് വലിയ സെറ്റിൽ എന്തായാലും ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഒരു സെറ്റ് മറ്റേ സെറ്റിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ നമ്മൾ എന്ത് പറയും? നോട്ട് എ സബ്സെറ്റ് ഓഫ് എന്ന് പറയും. അപ്പോൾ അതിനെങ്ങനെ നൊട്ടേറ്റ് ചെയ്യും? അതിനെ നോട്ട് എ സബ്സെറ്റ് എന്നുള്ള നൊട്ടേഷൻ കൊടുക്കും. ഓക്കെ, ഇനി ഈ സെറ്റ് നോക്കൂ. ഈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്, ബ്ലൂ, ഗ്രീൻ അങ്ങനെയുള്ള ഒരു 3 എലമെൻ്റ് ഉള്ള സെറ്റാണ് ഇത്. അവിടെ ഞാൻ എന്ത് കൊടുത്തു? ബി എന്നുള്ളത് വയലറ്റ് എന്നുള്ളൊരു സെറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ഈ സി എന്നുള്ളത് റെഡാണ്, ഡി എന്നുള്ളത് 5 ആണ്. ഇങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്തു. 4 സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്തു. ഇതിൽ ഈ ബി എന്നുള്ളത് എൻ്റെ സബ്സെറ്റ് ആയിരിക്കുമോ? വയലറ്റ് എന്നുള്ള എലമെൻറ്റ് ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എന്ത് പറയാൻ പറ്റും? ബി ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. ബി ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? വയലറ്റ് ഇതിലില്ല. അതേപോലെ സി എടുത്തു. സി എന്നുള്ളത് എന്താ? ഞാൻ റെഡ് എന്ന് എടുത്തത്. അപ്പോൾ നമ്മൾ നോക്കണം, റെഡ് എന്നുള്ളത് ഇവിടെ ഉണ്ടോ? റെഡ് എന്നുള്ളത് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സി ഇസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? സി അവിടെ ഉണ്ടല്ലോ. അടുത്തത് ഞാൻ ഡി ഈക്വൽ ടു 5 എന്ന് എടുത്തു. 5 എന്നുള്ളത് എന്തായിരുന്നു? നമ്മളെ നൾ സെറ്റ് ആയിരുന്നു അല്ലേ? 5 എന്നുള്ളത് എന്തായിരുന്നു? നൾ സെറ്റ് ആയിരുന്നു. അപ്പോൾ ഈ നൾ സെറ്റ് എവിടെ ഉണ്ട്? നൾ സെറ്റ് ഇതിലുണ്ട്. കാരണം നൾ സെറ്റിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഒന്നുമില്ലെങ്കിലും അത് എവിടെ ഉണ്ടാവണം? അത് ഈ സെറ്റിൽ ഉണ്ടാവുമല്ലോ. ഇതിലൊന്നും ഇല്ല എന്നുള്ളത് പറയുന്നത്. ഇതിന് ഞാൻ ഒരു എലമെൻറ്റും എടുത്തില്ല. അപ്പോൾ സബ്സെറ്റ് എഴുതുന്ന സമയത്ത് ഞാൻ ഇതിൽ ഒരു എലമെൻറ്റും ഇല്ലാത്ത സംഭവം എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 5 എന്നുള്ളതും എൻ്റെ സബ്സെറ്റാന്ന് പറയാൻ പറ്റും. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇങ്ങനെയാണ് ഇപ്പോൾ സബ്സെറ്റ് പഠിക്കുക. ഇനി അതേപോലെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. ഈ എ എന്നുള്ളതില്ലേ, എ എന്നുള്ളത് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. 5 എന്നുള്ളത് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും. ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ അത് നമ്മൾ കുറച്ച് എലമെൻസിന് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ കുറച്ച് എലമെൻസ് ഉള്ളത് വലിയ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഇനി ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. അപ്പോൾ അതെന്താവും? എ സബ്സെറ്റ് ഓഫ് എ എന്ന് നമ്മൾ എഴുതും അല്ലേ? അപ്പോൾ എ സബ്സെറ്റ് ഓഫ് എ അല്ലാതെ നമ്മൾ വേറൊരു സെറ്റ് എടുത്തു, അത് എ അല്ല. ഇപ്പം ഞാനൊരു സെറ്റ് എ ഡിഫൈൻ ചെയ്തു. ആ സെറ്റ് എ അല്ലാത്ത ഞാൻ അതിലുള്ള കുറച്ച് എലമെൻസിനെ മാത്രം എടുത്തിട്ട് ഞാനൊരു സെറ്റ് ബി ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താണ്? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അതേപോലെ ഇതെന്തായിരിക്കും? പ്രോപ്പർ ആയിരിക്കും. ഓക്കെ, ഇതെന്തായിരിക്കും? പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും. ഇനി എം ടി സെറ്റ് 5, അതിന് ഒരു എലമെൻസും ഇല്ല എന്ന് പറഞ്ഞല്ലോ. എം ടി സെറ്റ് 5ക്ക് ഒരു എലമെൻസും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ 5 എന്നുള്ളത് എന്തായിരിക്കും? 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. 5 ബിലോങ്സ് ടു എ, അതേപോലെ 5 ബിലോങ്സ് ടു ബി. അപ്പോൾ നമുക്ക് ഏതൊരു സെറ്റ് തന്നു കഴിഞ്ഞാൽ 2 സബ്സെറ്റ് പറഞ്ഞുകൂടെ? ഒന്ന് ആ സെറ്റ് തന്നെ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്തായിരിക്കും? 5 എന്നുള്ളത്. അപ്പോൾ എയും 5ഉം എന്നുള്ളത് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി the set Q of rational numbers is a subset of the set R of real numbers. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? റാഷണൽ നമ്പേഴ്സ് എന്നുള്ളത് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാന്ന് പഠിച്ചിട്ടുണ്ട്. സബ്സെറ്റാന്ന് പഠിച്ചിട്ടില്ല, നമ്മളിപ്പോൾ പഠിക്കും. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? റാഷണൽ നമ്പേഴ്സ് എല്ലാം
റിയൽ നമ്പേഴ്സാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സ് എന്താണ്? കുഞ്ഞ് സെറ്റാണ്, അതാണ് സബ്സെറ്റ്. റിയൽ നമ്പേഴ്സ് എന്നുള്ളത് വലിയ സെറ്റാണ്. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത്? റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ക്യൂ സബ്സെറ്റ് ഓഫ് ആർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ക്യൂ സബ്സെറ്റ് ഓഫ് ആർ എന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് എന്താണ്? ക്യൂ ഇസ് ദ സ്മോളസ്റ്റ് സെറ്റ് ആൻഡ് ആർ ഇസ് ദ universal set or R is the largest set. If A is a set of all divisors of 56 and B is a set of all prime divisors of 56, then B is a subset of A and we write B subset of A എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതെന്താ? 56 എന്നുള്ളൊരു നമ്പർ എടുത്തു. ആ 56ൻ്റെ എല്ലാ ഡിവൈസേഴ്സിനെയും ഞാൻ എഴുതി. അപ്പോൾ ഈ ഡിവൈസേഴ്സിൽ എങ്ങനത്തെയൊക്കെ ഡിവൈസേഴ്സ് ഉണ്ടാവും? പ്രൈം ആയിട്ടുള്ള ഡിവൈസേഴ്സും ഉണ്ടായിരിക്കും, കോമ്പോസിറ്റ് ആയിട്ടുള്ള ഡിവൈസേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രൈം ഡിവൈസേഴ്സിന് മാത്രം ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ സബ്സെറ്റ് ആയിരിക്കും? നമ്മളെ വലിയ സെറ്റായിട്ടുള്ള എല്ലാ ഡിവൈസേഴ്സിൻ്റെ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എല്ലാ ഡിവൈസേഴ്സും ഉള്ള സെറ്റ് എന്താണ്? എ ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഡിവൈസേഴ്സ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി എന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ പ്രൈം ഡിവൈസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എ എന്നുള്ളത് എന്താണ്? 1 3 5 ആണ് അല്ലേ? ബി എന്നുള്ളത് എന്തായിരിക്കും? അപ്പോൾ ബി എന്നുള്ളത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അപ്പോൾ 6നേക്കാളും ചെറിയ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 6നേക്കാളും ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 1 2 3 4 5 അല്ലേ? 1 2 3 4 5 ആയിരിക്കും 6നേക്കാളും കുറവുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അതിൽ തന്നെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതായിരിക്കും? 1 3 5 ആയിരിക്കും. കാരണം 2ഉം 4ഉം ഈവൻ അല്ലേ? അപ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ 1 3 5 ആയിരിക്കും എന്ത്? ഓഡ് നമ്പേഴ്സ്. അപ്പോൾ എ ഈക്വൽ ടു ബി കിട്ടുമല്ലോ. എ ഈക്വൽ ടു ബി. ദെൻ എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? രണ്ട് സെറ്റ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് മറ്റേ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അതേപോലെ ഈ സെറ്റ് ഈ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് എന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും അല്ലേ? രണ്ട് സെറ്റ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആയിരിക്കും. ഇനി എ എന്നുള്ളത് എന്താണ്? ഞാൻ വൗവൽസ് എടുത്തു. വൗവൽസ് എ ഇ ഐ ഒ യു എടുത്തു. എ ഇ ഐ ഒ യു എടുത്തു. അപ്പോൾ അതേപോലെ തന്നെ ബി എന്നുള്ളത് എന്താണ്? എ ബി സി ഡി എടുത്തു. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്? ഇത് വൗവൽസിൻ്റെ സെറ്റാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൽഫബറ്റ്സ്, ആദ്യത്തെ 4 ആൽഫബറ്റ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ഈ സെറ്റിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി, ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ഒരു സെറ്റ്, രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, അതൊന്നിൻ്റെ സബ്സെറ്റ് അല്ല എന്ന് പറയണം. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ വെച്ചിട്ട് എന്തായിരുന്നു? ഒരു സെറ്റ്, ഇപ്പോൾ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇപ്പോൾ എ ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എന്തായിരുന്നു? എ ബിലോങ്സ് ടു ബി ആയിരിക്കണം. അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ എ ഞാൻ ഈ എയിൽ നിന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അത് എവിടെ ഉണ്ടാവണം? അത് ക്യാപിറ്റൽ ബിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? എ ഇ ഐ ഒ യു. അപ്പോൾ ഈ എ ഇ ഐ ഒ യുവിൽ ഞാനൊരു ഇ എടുത്തു. ഓക്കെ, ഇ എന്നുള്ളത് ഈ ക്യാപിറ്റൽ എയിലുണ്ട്, ഇ എന്നുള്ളത് പക്ഷേ ബിയിലില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഞാനൊരു ഡി എടുത്തു. ഡിയോ സിയോ ഏത് വേണേലും എടുക്കാം കേട്ടോ. അത് നമ്മൾ എയിലില്ല. അപ്പോൾ ഡി എന്നുള്ളത് എവിടെ ഉണ്ട്? ഡി എന്നുള്ളത് ബിയിലുണ്ട്, പക്ഷേ ഡി എന്നുള്ളത് എവിടെ ഇല്ല? എയിലില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്സെറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അതിലുള്ള ഏതെങ്കിലുമൊക്കെ എലമെൻസിനെ എടുത്തിട്ടാണ്. ഇനി പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ സബ്സെറ്റ് ഓഫ് എ ആയിരിക്കണം. എ സബ്സെറ്റ് ഓഫ് എ ആവാൻ പാടില്ല. അതാണ് പ്രോപ്പർ സബ്സെറ്റ്. അപ്പോൾ ഒരു സെറ്റ് 1 2 3 ഞാൻ എടുത്തു. ആ സെറ്റിൽ ഉള്ള രണ്ട് എലമെൻസിനെ എടുത്തിട്ട് ഞാനൊരു സെറ്റ് ബി എടുത്തു. 2 3 എന്ന് എടുത്തു. എല്ലാ എലമെൻസിനെയും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ബി എന്നുള്ളത് എൻ്റെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ. അതെ, ബിക്കോസ് എന്താണ്? എയിലുള്ള രണ്ട് എലമെൻസിനെ എടുത്തിട്ടാണ് ഞാൻ ബി എഴുതിയത്. അപ്പോൾ ബി സബ്സെറ്റ് ഓഫ് എ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ എ സബ്സെറ്റ് ഓഫ് എ ആണല്ലോ നമ്മൾ പഠിച്ചു. എല്ലാ സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ നൾ സെറ്റ് ഒരു സെറ്റിൻ്റെ എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും എന്ന് പഠിച്ചു. അപ്പോൾ ഈ നൾ സെറ്റും എയും ഒഴികെ, ആ സെറ്റും 5 ഒഴികെ ബാക്കി എല്ലാ സബ്സെറ്റും എന്തായിരിക്കും? പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുക. എ സബ്സെറ്റ് ആവാൻ പാടില്ല, ഐ മീൻ എ സംഭവം യൂസ് ചെയ്യാൻ പാടില്ല, എയും ഫൈയും യൂസ് ചെയ്യാൻ പാടില്ല. ബാക്കി എല്ലാ സബ്സെറ്റ്സും എന്തായിരിക്കും? പ്രോപ്പർ ആയിരിക്കും. ഇനി let A and B be two sets. If A subset of B and A is not equal to B, then A is a proper subset. Okay. ഇനി and B is called the superset of A. Superset എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? A subset of B ആണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത്? സൂപ്പർ സെറ്റ്. ഇതാണ് സൂപ്പർ സെറ്റ്. ഇതെന്തായിരുന്നു? ഇത് സബ്സെറ്റ് ആയിരുന്നു. ഇത് സബ്സെറ്റും ബി എന്നുള്ള സൂപ്പർ സെറ്റുമാണ്. ഇനി എ എന്നുള്ളത് 1 2 3 എടുത്തു. അതെന്താണ്? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് 1 2 3 4 ആണ്. ഓക്കെ. വൈ ബിക്കോസ് ബിയിൽ 1 2 3 4 ആണുള്ളത്. അതേപോലെ എയിൽ എന്താ ഉള്ളത്? 1 2 3 ആണുള്ളത്. അപ്പോൾ ഇതിലുള്ള 3 എലമെൻസിനെ വെച്ചിട്ടാണ് ഞാൻ എന്ത് എഴുതിയത്? ആ സെറ്റ് എ എഴുതിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി അല്ലേ? എയും ബിയും ഈക്വൽ അല്ലല്ലോ, കാരണം ഇതിൽ 3 എലമെൻറ്റും ഇതിൽ 4 എലമെൻറ്റും ആണുള്ളത്. അപ്പോൾ അത് ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഒരു പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് എന്താണ്? സിംഗിൾട്ടൺ സെറ്റാണ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സിംഗിളല്ലേ, അവൾ സിംഗിളാണ്. അങ്ങനെ സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക്. അപ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നാണല്ലോ. അപ്പോൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. ഒരു എലമെൻ്റ് ഉള്ള സെറ്റിനെയാണ് എന്ത് പറയുക? സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയാം. ഓക്കെ. ദസ് എ ഇസ് എ സിംഗിൾട്ടൺ സെറ്റ്. അപ്പോൾ നമ്മൾ എനെ എന്ത് പറയും? സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. ഒരു സെറ്റിൻ്റെ ഉള്ള ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയണം? സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയണം. ഇനി കൺസിഡർ ദ സെറ്റ്സ്. നമ്മൾ 5 ഉണ്ട്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ സെറ്റ് ആയിരുന്നു. പിന്നെ എ എന്നുള്ളത് എന്താണ്? 1 3 എന്നുള്ള സെറ്റ് ഉണ്ട്. ബി എന്നുള്ളത് എന്താണ്? 1 5 9 ഉണ്ട്. സി എന്നുള്ളത് എന്താണ്? 1 3 5 7 9 ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്സെറ്റോ അല്ലെങ്കിൽ സബ്സെറ്റ് അല്ല എന്നുള്ള സിമ്പൽ ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും? 5 എന്നുള്ളത് ബീൻ്റെ സബ്സെറ്റ് ആണോ? 5 എന്നുള്ള സബ്സെറ്റ് ആണോ? അതെ. വൈ? കാരണം നമ്മൾ പഠിച്ചു 5 എന്നുള്ളത് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. അപ്പോൾ 5 എന്നുള്ളത് ബീൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ബി എന്ത് സെറ്റോ ആയിക്കോട്ടെ, 5 അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ 5 കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം? 5 ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതണം. അടുത്തത് എന്താണ്? എയും ബിയും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 3, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 5 9. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആണോ? എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ടോ? എയിലുള്ള 1 ഉണ്ട് അല്ലേ? 3 ഉണ്ടോ? 3 ബിയിലില്ല. 3 ബിയിലില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. അടുത്തത് എന്താണ്? എയും സിയും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 3, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 3 5 7 9. ഓക്കെ. അപ്പോൾ ഇതൊരു പ്രോപ്പർ സബ്സെറ്റ് അല്ലേ? ബിക്കോസ് ഇതിൽ 2 എലമെൻ്റ് ഉണ്ട്. സിയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 5 എലമെൻ്റ് ഉണ്ട്. ആ 5 എലമെൻറ്റിലുള്ള 2 എണ്ണമാണ് എ. ആ 5 എണ്ണത്തിൽ 2 എണ്ണമാണ് എയിലുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാൻ പറ്റും. ഓക്കെ. എയിലുള്ള എല്ലാ എലമെൻസും സിയിലുണ്ടല്ലോ. അടുത്തത് ബിയും സിയും നോക്കണം. ഇതിൽ 1 5 9 ആണുള്ളത്. ഇതിൽ 1 5 9 ഉണ്ട്. അപ്പോൾ ബി എന്താണ്? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി. ഓക്കെ. ഇനി എക്സാമ്പിൾ 10. ലെറ്റ് എ ഈസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു. നമ്മൾ വവൽസ് ആണ് എന്ത്? എ ഇ ഐ ഒ യു തന്നിട്ടുണ്ട്. ബി എന്നുള്ളത് എന്താണ്? എ ബി സി ഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ളത് ബീൻ്റെ സബ്സെറ്റ് ആണോ എന്നാണ് ചോദ്യം. എ എന്നുള്ളത് ബീൻ്റെ സബ്സെറ്റ് ആണോ? ആണെങ്കിൽ തന്നെ വൈ. അപ്പോൾ ഈസ് ബി എ സബ്സെറ്റ് ഓഫ് എ? വൈ? രണ്ടും പറയണം നമ്മൾ. അപ്പോൾ നമ്മളെ സെറ്റുകൾ എന്തൊക്കെയായിരുന്നു? സെറ്റ് എ എന്നുള്ളത് എ ഇ ഐ ഒ യു ആയിരുന്നു. എ ഇ ഐ ഒ യു അതാണ് സെറ്റ്. ബി എന്നുള്ളത് എന്തായിരുന്നു? ബി എന്നുള്ളത് എ ബി സി ഡി ഇതാണ് സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റാണ്. ഇത് നമ്മളെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത സംഭവമാണ്. എ എന്നുള്ളത് എ സബ്സെറ്റ് ഓഫ് ബി ആണോ? എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റും എവിടെ വേണം? ബിയിൽ വേണം. പക്ഷേ എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അപ്പോൾ നമ്മളത് എങ്ങനെ പറയണം? നമുക്ക് എഴുതാം എന്ത്? ഇ എന്നുള്ള എലമെൻറ്റ് എവിടെ ഇല്ല? ബിയിലില്ല. അപ്പോൾ നമുക്ക് പറയാം ഇ ബിലോങ്സ് ടു എ ആൻഡ് ഇ ഡസ് നോട്ട് ബിലോങ്സ് ടു ബി, വിച്ച് ഇംപ്ലൈസ് എന്താണ്?
എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ നമ്മൾ ബി എൻ്റെ സബ്സെറ്റ് ആണോ നോക്കണം. ബിയിലുള്ള എല്ലാ എലമെൻറ്റും എയിലുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിയും ഡിയും എടുക്കാം അല്ലേ. സി കോമ ഡി ബിലോങ്സ് ടു ബി ആൻഡ് സി കോമ ഡി ഡസ് നോട്ട് ബിലോങ്സ് ടു എ, വിച്ച് ഇംപ്ലൈസ് എന്ത് പറയാൻ പറ്റും? ബി നോട്ട് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. അപ്പോൾ ഈ എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലില്ല, ബിയിലുള്ള എല്ലാ എലമെൻറ്റും എയിലില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എ ബി സി എന്നുള്ളത് 3 സെറ്റാണ് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എ ബിലോങ്സ് ടു ബി ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബി സബ്സെറ്റ് ഓഫ് സി ആണ് തന്നിട്ടുണ്ട്. പിന്നെ എ സബ്സെറ്റ് ഓഫ് സി ആണോ? പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ആണെന്ന് പറയൂ അല്ലേ. നമ്മൾ എ സബ്സെറ്റ് ഓഫ് ബി ആണ്, എ സബ്സെറ്റ് അല്ല എ ബിലോങ്സ് ടു ബി ആണ്, ബി സബ്സെറ്റ് ഓഫ് സി ആണ്, അങ്ങനെയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് സി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കില്ലേ. പക്ഷെ അങ്ങനെയല്ല, ആൻസർ അങ്ങനെയല്ല. ആൻസർ അല്ല എന്നുള്ളതാണ്. വൈ? ഇഫ് നോട്ട് ഗിവൻ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ അല്ല എന്നൊരു കാര്യം അല്ല എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കണം? ഒരു കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കണം. അപ്പോൾ കൗണ്ടർ എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്ല എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് സമ്മതിച്ചു കൊടുക്കണം? ആണെന്ന് സമ്മതിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ അല്ല എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 എന്നുള്ള സെറ്റ് എടുത്തു. ബി എന്നുള്ളത് എന്തെടുത്തു? സെറ്റ് ഓഫ് സെറ്റ് 1 2 എടുത്തു. സി എന്നുള്ളത് എന്ത് കിട്ടി? സെറ്റ് 1 2 3 എന്നുള്ള സെറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റും എന്താണ്? എ ബിലോങ്സ് ടു ബി ആണെന്ന് പറയാൻ പറ്റും അല്ലേ. എയിലുള്ള എലമെൻ്റ് എന്താണ്? എയിൽ ആകെ ഉള്ളത് എന്താ? -1 ആണുള്ളത്. അപ്പോൾ -1 എവിടെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും? -1 ഈ ബിയിലുണ്ടെന്നും പറയാൻ പറ്റും. -1 ഞാൻ എടുത്തു. അല്ല -1 അല്ല, സോറി, +1. 1 എവിടെ ഉണ്ട്? 1 എന്നുള്ള സെറ്റ് 1 എന്നുള്ളത് എവിടെ ഉണ്ട്? സെറ്റ് 1 എന്നുള്ളത് ബിയിലുണ്ട് കേട്ടോ, ബിയിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബിലോങ്സ് ടു ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ബി സബ്സെറ്റ് ഓഫ് സി ആണോ നോക്കണം. ബി എന്നുള്ളത് സബ്സെറ്റ് ഓഫ് സി ആണോ? ബി എന്നുള്ളത് എന്താണ്? 1ഉം 2ഉം ആണുള്ളത് അല്ലേ. ആ 1ഉം 2ഉം എവിടെ ഉണ്ട്? 1 2 അവിടെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് 3 ആണ്. അപ്പോൾ ബി എന്നുള്ളത് സീൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബി സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാൻ പറ്റും. പക്ഷേ എ സബ്സെറ്റ് ഓഫ് സി ആണോ എന്നുള്ളതാണ് ചോദ്യം. എ എന്നുള്ളത് സീൻ്റെ സബ്സെറ്റ് ആണോ? ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ എ സബ്സെറ്റ് ഓഫ് സി ആണോ? പെട്ടെന്നാണ് തോന്നൂലേ. പക്ഷെ അല്ല, എ എന്നുള്ളത് ബീൻ്റെ സബ്സെറ്റ് അല്ല. എ എന്നുള്ള സെറ്റ് ഈ ബിയിൽ ബിലോങ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. എ എന്നുള്ളത് സീൻ്റെ സബ്സെറ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. വൈ? ബിക്കോസ് ദിസ് ഇസ് സെറ്റ് 1. അല്ലാതെ ഇപ്പോൾ എ എന്നുള്ള എലമെൻറ്റ് എ സബ്സെറ്റ് ഓഫ് സി ആണെന്ന് വിചാരിക്കുക. എ സബ്സെറ്റ് ഓഫ് സി ആവണമെങ്കിൽ എന്ത് വേണമായിരുന്നു? എ എന്നുള്ളത് സെറ്റ് ഓഫ് സെറ്റ് 1. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എ സബ്സെറ്റ് ഓഫ് സി ആവുമായിരുന്നു. സി എന്നുള്ളത് എന്തായിരുന്നു? സെറ്റ് ഓഫ് സെറ്റ് 1 2 3. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാൻ പറ്റും. അല്ലാതെ ജസ്റ്റ് ഒരു സെറ്റ് 1 തന്നു കഴിഞ്ഞാൽ ഇത് ഇതിലെ എലമെൻ്റ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ, സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് കിട്ടി? കോൺട്രഡിക്ഷൻ കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ, ഇഫ് നോട്ട് ഗിവൻ എക്സാമ്പിൾ. നമ്മൾ എക്സാമ്പിൾ കൊടുത്തു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല. എ ബിലോങ്സ് ടു ബി ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല. നമുക്ക് ജനറലി ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എ ബിലോങ്സ് ടു ബി, അതേപോലെ ബി സബ്സെറ്റ് ഓഫ് സി ആണെന്നുണ്ടെങ്കിൽ എ സബ്സെറ്റ് ഓഫ് സി എപ്പോഴും ആവണം എന്നില്ല. ഇനി സബ്സെറ്റ്സ് ഓഫ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. നമ്മൾ റിയൽ നമ്പേഴ്സിനെ പറ്റി പഠിച്ചു അല്ലേ. റിയൽ നമ്പേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഫുള്ള് പഠിച്ചു. റിയൽ നമ്പേഴ്സിനെ പറ്റിയിട്ട് അടുത്തത് എന്ത് പഠിച്ചു? റിയൽ നമ്പേഴ്സിനെ നമ്മൾ റാഷണൽ നമ്പർ ആയിട്ട് എഴുതി, അതേപോലെ ഇറാഷണൽ നമ്പർ എഴുതി, പിന്നെ അതേപോലെ റാഷണൽ നമ്പേഴ്സിൻ്റെ കുറേ നമ്മൾ കാറ്റഗറീസ് പഠിച്ചു. അപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ സബ്സെറ്റ് പറയാൻ പോവാം. ഇവിടെ ഫസ്റ്റ് വന്നത് എന്താണ്? n ഈക്വൽ ടു 1 2 3 4 5 എന്നുള്ള സംഭവം. അതെന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. ഹോൾ നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും? ഇൻറ്റീജേഴ്സ് ആയിരിക്കും. ഇൻറ്റീജേഴ്സ് എല്ലാം എന്തായിരിക്കും? റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. റാഷണൽ നമ്പേഴ്സ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളത് എന്തിൻ്റെ സബ്സെറ്റാണ്? റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. അതേപോലെ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. അതും എന്തിൻ്റെ സബ്സെറ്റാണ്? റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. പിന്നെന്താണ്? സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അതെന്തായിരുന്നു? P/Q ഫോമിലുള്ള നമ്പേഴ്സ് അല്ലേ. അതേപോലെ ക്യൂവും പിയും എവിടെ വേണം? ഇൻറ്റീജേഴ്സിൽ വേണം. ആൻഡ് Q ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അങ്ങനെ വരുന്ന റാഷണൽ നമ്പേഴ്സും എന്താണ്? റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്.
അപ്പോൾ Q is a set of all numbers x such that x equals the quotient p by q where p and q are integers and q not equal to 0. അത് ജസ്റ്റ് നമ്മളെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ അതേപോലെ റാഷണൽ നമ്പേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? -5 ഒക്കെ നമുക്ക് -5/1 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഇൻറ്റീജേഴ്സ് ഒക്കെ എന്താണ്? റാഷണലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ 5/7 ഇതൊക്കെ എന്താണ്? ഇതൊക്കെ റാഷണൽ നമ്പേഴ്സാണ്. നമുക്ക് p/q ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും വേർ p and q are integers and q not equal to 0. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുന്നത് റാഷണൽ നമ്പേഴ്സാണ് ആൻഡ് ദേ ആർ ദ സബ്സെറ്റ് ഓഫ് എന്ത്? റിയൽ നമ്പേഴ്സാണ്. ഇനി ഈ ഇറാഷണൽ നമ്പേഴ്സ് ഡിനോട്ടഡ് ബൈ t. ഇറാഷണൽ നമ്പേഴ്സ് എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് അല്ലേ? റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടെ കൂടിയാലാണ് എന്ത് വരിക? റിയൽ നമ്പേഴ്സ് വരിക. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിനെയും കൂടെ നമ്മൾ നോക്കണം. ഇറാഷണൽ നമ്പേഴ്സിൽ ഏതൊക്കെ വരും? ഇതേപോലെ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യൂ അല്ലേ? റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സും എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ റിയൽ നമ്പേഴ്സ് നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ മാറ്റി വെച്ചാൽ എന്ത് കിട്ടി? ഇറാഷണൽ നമ്പേഴ്സ് കിട്ടി. അപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഇറാഷണൽ നമ്പേഴ്സൊക്കെ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യൂ. അപ്പോൾ അതാണ് നമ്മളെ ഇറാഷണൽ നമ്പേഴ്സ് ആൻഡ് ഓൾ റിയൽ ദാറ്റ് ഈസ് ഓൾ റിയൽ നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് റാഷണൽ. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സും അപ്പോൾ എന്തായിരിക്കും? ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇനി മെമ്പേഴ്സ് ഓഫ് ടി അതെന്തൊക്കെയാണ്? ഇതേപോലെ √2, √5, π ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മളെ ഇറാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇതേപോലെ റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത ഇത്രയല്ല കേട്ടോ, നമുക്ക് ഇഷ്ടം പോലെ റാഷണൽ നമ്പേഴ്സിനേക്കാൾ കൂടുതൽ ഇറാഷണൽ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രേ അറിയുള്ളൂ. നമുക്ക് അറിയുന്ന കുറച്ച് ഇറാഷണൽ നമ്പേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ എന്നുള്ളതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. ഇനി സം ഓഫ് ദ ഒബ്വിയസ് റിലേഷൻസ് എമംഗ് ദീസ് സബ്സെറ്റ്സ് ആർ n സബ്സെറ്റ് ഓഫ് z സബ്സെറ്റ് ഓഫ് q. ഇതാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചല്ലോ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഹോൾ നമ്പേഴ്സ് ആണ് പറഞ്ഞു. ഹോൾ നമ്പേഴ്സ് എല്ലാം ഇൻറ്റീജേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഇൻറ്റീജേഴ്സ് ആണല്ലോ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് സബ്സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് എഴുതി. അതേപോലെ എന്തെഴുതി? ഇൻറ്റീജേഴ്സ് സബ്സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് എഴുതി. z സബ്സെറ്റ് ഓഫ് q എന്ന് എഴുതാമല്ലോ. അതേപോലെ q സബ്സെറ്റ് ഓഫ് r എന്ന് എഴുതാൻ പറ്റും. q സബ്സെറ്റ് ഓഫ് r. അതേപോലെ t സബ്സെറ്റ് ഓഫ് r. t സബ്സെറ്റ് ഓഫ് r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മളെ ഇറാഷണൽ നമ്പർ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. അതേപോലെ തന്നെ n നോട്ട് എ സബ്സെറ്റ് ഓഫ് t എന്ന് പറയാൻ പറ്റും അല്ലേ? അതെന്തുകൊണ്ടാ? നമുക്ക് അറിയാം നാച്ചുറൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? റാഷണൽ അല്ലാത്ത നമ്പേഴ്സാണ്. റാഷണൽ അല്ലാത്ത നമ്പേഴ്സാണ് ഇറാഷണൽ വരിക. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് റാഷണൽ ആണെന്ന് അറിയാലോ. അപ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റും? നാച്ചുറൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പർ അല്ല എന്ന് പറയാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് n ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് t എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ച് ഇൻ്റർവെൽസ് വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എങ്ങനെ ഇൻ്റർവെൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓപ്പൺ ഇൻ്റർവെൽ AB എന്നാണ് പറയുക. ഇത് നമ്മൾ ഓപ്പൺ ഇൻ്റർവെല്ലാണ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിൽ ഈ എയും ബിയും ഇൻക്ലൂഡഡ് അല്ല. ഈ ഇൻ്റർവെല്ലിൽ എൻ്റെയും ബിൻ്റെയും ഉള്ളിലുള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇതൊക്കെയാണ് വരിക. എൻ്റെയും ബിൻ്റെയും ഉള്ളിലുള്ള എലമെൻറ്റ്സ് എയും ബിയും ഒഴികെ, എയും ബിയും കൂട്ടാൻ പാടില്ല. അതാണ് നമ്മളെ ഓപ്പൺ ഇൻ്റർവെൽ വരിക. ഇനി അടുത്തത് എന്താണ്? ഇത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് കേട്ടോ. ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിലും ഓപ്പൺ ഇൻ്റർവെല്ലിനെ നമ്മൾ എന്താണ്? റൗണ്ട് ബ്രാക്കറ്റിലുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ എ ബി വരും. അപ്പോൾ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് ആണ് അല്ലേ? ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ നമ്മളിങ്ങനെ ഡാർക്കൻ ചെയ്തത് കണ്ടോ? ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഡാർക്കൻ ചെയ്തത് കണ്ടോ? അങ്ങനെയാണ് നമ്മൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക? ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനെ. ഇവിടെ കണ്ടു ഇത് ഡാർക്കൻ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? എയും ബിയും ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. അതേപോലെ ക്ലോസ്ഡ് ആയതുകൊണ്ട് എയും ബിയും ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഡാർക്കൻ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB. അടുത്തത് എന്താണെന്നറിയോ? അടുത്തതിന് ഞാൻ ഇതിനെ രണ്ടിനെയും കൂടെ ഞാൻ എന്ത് പറഞ്ഞു? ഇതിന് ഞാൻ ക്ലോപ്പൺ എന്ന് പറഞ്ഞു. ക്ലോപ്പൺ ഇൻ്റർവെൽ എന്ന് പറയാം. ഇത് ഓപ്പൺ ആയിരുന്നു. ഇതെന്തായിരുന്നു? ഇത് ഓപ്പൺ ആയിരുന്നു. ഇതെന്തായിരുന്നു? ഇത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അടുത്തത് ഇത് രണ്ടും എന്തായിരിക്കും? ക്ലോപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഇൻക്ലൂഡഡ് ആണ്, ഒരെണ്ണം ഇൻക്ലൂഡഡ് അല്ല. ഇത് കാണുമ്പോൾ അറിയാമല്ലോ. ഇവിടെ നമ്മൾ എ ഇൻക്ലൂഡഡ് ആണ്, അതേപോലെ ബി ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? AB
എൻ്റെ അവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, കാരണം എ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ എന്താണ്, ബി ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഞാൻ മറ്റേ ആ സർക്കിളിൽ ഞാൻ ഡാർക്കൻ ചെയ്തിട്ടില്ല. സോ അവിടെ എന്ത് വരും, ബീൻ്റെ അവിടെ റൗണ്ടഡ് ബ്രാക്കറ്റ് വരും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, എ ബി, ഇവിടെ ബി ഇൻക്ലൂഡഡ് ആണ്, എ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അതെന്താണ്, ഓപ്പൺ എ ക്ലോസ്ഡ് ബി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത്, ഓപ്പൺ ഇൻ്റർവെൽ. ഇവിടെ നമ്മൾ ബി ഇൻക്ലൂഡഡ് ആണല്ലോ, അപ്പോൾ അവിടെ ബീനെ ഡാർക്കൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർവെൽസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ, ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയൽ നമ്പറിൻ്റെ റിയൽ നമ്പർ ലൈനിൽ ആണ് ഇൻ്റർവെൽസ് റെപ്രസെൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു റിയൽ നമ്പർ ലൈൻ വരച്ചു, അവിടെ ഒരു 0യും 1ഉം വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും വരും. അതിനെയാണ് നമ്മൾ ഇൻ്റർവെൽ എന്ന് പറയുക. അപ്പോൾ അവിടെ എന്തൊക്കെ വരും, അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് വരും. അതിലെന്തൊക്കെ പെടും, റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഒക്കെ പെടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ മൊത്ത സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർവെൽ 0, 1 എന്ന് പറയുക. ആ ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തത്. ആ ഇൻ്റർവെൽ ഓപ്പൺ ആയിരിക്കാം, ക്ലോസ്ഡ് ആയിരിക്കാം, അതേപോലെ എന്താണ്, ക്ലോപ്പൺ ആയിരിക്കാം. ഓക്കെ, ഒരു ഇൻ്റർവെല്ലിൽ ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഒരു ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും, ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ ഇൻ്റർവെല്ലാക്കി എഴുതാൻ പറ്റും. ഒരു സെറ്റ് തന്നു, ആ സെറ്റിനെ ഞാൻ എങ്ങനെ ഇൻ്റർവെല്ലാക്കി എഴുതും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നോക്കൂ, ഇവിടെ എന്താണ്, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. അത് ഞാൻ എങ്ങനെ എഴുതും, അതിനെ എക്സ് ബിലോങ്സ് ടു ആർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റിയൽ ലൈനിലാണ് വരിക, റിയൽ ലൈനിലാണെന്ന് പറഞ്ഞു. പിന്നെന്താണ്, -5ൻ്റെയും 7ൻ്റെയും ഇടയ്ക്കാണ്. -5 എന്ന് പറയുമ്പോൾ -5 എക്സെട്ര 0 7. അപ്പോൾ ഈ -5ൻ്റെയും 7ൻ്റെയും ഇടയ്ക്കുള്ളതാണ് നമ്മളെ ഇൻ്റർവെൽ. പിന്നെ നമ്മൾ നോക്കണം എന്ത്, ഈ ഇനീക്വാലിറ്റി നോക്കണം കേട്ടോ. ഇനീക്വാലിറ്റി നോക്കണം. ഈ ഇനീക്വാലിറ്റി 1 ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഈ -5 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അടുത്തത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താണ്, 7 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, -5 7 ഇങ്ങനെയല്ല വരിക. ബിക്കോസ് എന്താണ്, 7 ഇൻക്ലൂഡഡ് ആണ്. സോ -5 7 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. -5 ഇൻക്ലൂഡഡ് അല്ല, 7 ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ അടുത്ത ഇൻ്റർവെല്ല് ഈ -3 5നെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും. സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതുക, സെറ്റ് ബിൽഡർ ഫോമിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്താണ്, എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എന്ത് വേണം, എവിടെ തൊട്ട് എവിടെ വരിക, -3 തൊട്ട് 5 വരെ അല്ലേ. 5 ഓപ്പൺ ആണ്, ക്വസ്റ്റ്യനിൽ 5 ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7 ഇങ്ങനെയല്ല വരിക. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാൻ കാരണം -3 ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് എന്താണ്, 5 ആണ് അല്ലേ, 7 അല്ല 5 ആണ്, 5. അപ്പോൾ 5-നേക്കാളും കുറവാണ്. അപ്പോൾ അവിടെ എന്താണ്, ലെസ് ദാൻ സിമ്പിൾ കൊടുത്തു, അത് ഓപ്പൺ ഇൻ്റർവെൽ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും. ഇനി ദ നമ്പർ b മൈനസ് a is called the length of any interval. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻ്റർവെലിൻ്റെ ലെങ്ത് അപ്പോൾ എന്തായിരിക്കും, ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മൾ സാധാരണ പറയുന്ന ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അതേപോലെ ഒരു ഇൻ്റർവെലിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ നമ്പറിന് ആദ്യത്തെ നമ്പറിനെ മൈനസ് ചെയ്താൽ മതി, അപ്പോൾ അതിൻ്റെ ലെങ്ത് കിട്ടും. രണ്ടാമത്തെ നമ്പർ എന്തായിരുന്നു, 7. അപ്പോൾ 7നെ അടുത്തുനിന്ന് നമ്മൾ -5നെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർവെൽ എന്തായിരിക്കും, 7 - -5 വിച്ച് ഇസ് 7 + 5 12 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത്, ലെങ്ത്ത്. ഒരു ഇൻ്റർവെലിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ലേ. ഒരു അതേപോലെ -3 5 ആണെങ്കിൽ എന്തായിരിക്കും, -3 5ൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും, 5 - -3 വിച്ച് ഇസ് 5 + 3 = 8 ആയിരിക്കും. അപ്പോൾ ജനറലി ഒരു ഇൻ്റർവെലിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇൻ്റർവെൽ a, b ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും, b - a ആയിരിക്കും. ഒരു ഇൻ്റർവെൽ തന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് 2 നമ്പേഴ്സ് ഉണ്ടാവില്ലേ, അതിൽ രണ്ടാമത്തെ നമ്പറിന് ആദ്യത്തെ നമ്പറിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഇൻ്റർവെൽ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ സെറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രപഞ്ചം അല്ലേ. അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മൊത്തം എല്ലാം നമ്മളൊരു കോണ്ടെക്സ്റ്റിൽ നമ്മളിപ്പോൾ ഒരു സംഭവം പഠിച്ചുകൊണ്ടിരിക്കുക, അവിടെ നമ്മൾ കുറച്ച് സെറ്റുകളെ പറ്റി പഠിക്കുന്നു. അപ്പോൾ ഈ സെറ്റുകളെല്ലാം ഏതോ ഒരു സെറ്റിൽ നിന്നായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക. ആ വലിയ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിന് ഓരോ ക്വസ്റ്റ്യനിലും ഡിഫറെൻറ്റ് സെറ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ 6 എന്നുള്ളത് യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുത്തു. 6 എന്നുള്ളത് എന്തായിരുന്നു, നമ്മൾ റിയൽ നമ്പേഴ്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ റിയൽ നമ്പേഴ്സിനെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുക്കുമ്പോൾ n സബ്സെറ്റ് ഓഫ് R ആണ്, Q സബ്സെറ്റ് ഓഫ് R ആണ്, Z സബ്സെറ്റ് ഓഫ് R ആണ് അല്ലേ. ഇതെല്ലാം നമ്മൾ റാഷണൽ നമ്പേഴ്സ് ആണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം Rൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, R എന്നുള്ളത് യൂണിവേഴ്സൽ സെറ്റാണെന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സബ്സെറ്റ് ഓഫ് അല്ലെങ്കിൽ നോട്ട് എ സബ്സെറ്റ് ഓഫ് എന്നുള്ള സംഭവം കൊടുക്കണം, എന്നിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് 2, 3, 4 ആണ്. അപ്പോൾ 2, 3, 4 എന്നുള്ളത് 2, 3, 4 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സബ്സെറ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. കാരണം 2, 3, 4 ഇവിടെ ഉണ്ട്, എക്സ്ട്രാ 1, 5 ഉണ്ട്. അപ്പോൾ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. അടുത്തത് എന്താണ്, ABC, BCD എന്ന് പറയും. അപ്പോൾ ഈ ABC-യിൽ A എന്നുള്ള എലമെൻറ്റ് ഇവിടെ ഉണ്ടോ, എ എന്നുള്ള എലിമെൻ്റ് ഇല്ല, രണ്ടാമത്തെ സെറ്റിലില്ല. അപ്പോൾ നമുക്ക് നോട്ട് എ സബ്സെറ്റ് ഓഫ് എന്ന് പറയാം. ഇനി എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 11th ഓഫ് യുവർ സ്കൂൾ, എക്സ് ഇസ് എ സ്റ്റുഡൻറ്റ് ഓഫ് യുവർ സ്കൂൾ. അപ്പോൾ നമുക്കിവിടെ 2 സെറ്റാണുള്ളത്. ഒന്നെന്താണ്, നമ്മളെ സ്റ്റുഡൻസ് എല്ലാം, സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസും ഉള്ള സെറ്റ്, അതേപോലെ തന്നെ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ സെറ്റ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഈ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ സെറ്റ് മറ്റേതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെയാണല്ലോ, എല്ലാ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 12th വരെയുള്ള മൊത്തം ക്ലാസ്സിലെ കുട്ടികളുണ്ടാവും. അതിൽ 11th പഠിക്കുന്ന കുട്ടികൾ ഫുൾ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ സബ്സെറ്റ് ഓഫ് എന്ന് പറയും. ഇനി എക്സ് ഇസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ, എക്സ് ഇസ് എ സർക്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. അപ്പോൾ ഒരു പ്ലെയിൻ ഉണ്ട്, ആ പ്ലെയിനിൽ കുറേ സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ സർക്കിൾസിൻ്റെ ഒക്കെ റേഡിയസ് ഡിഫറെൻ്റ് ആയിക്കൂടെ, നമുക്ക് 1 യൂണിറ്റ് പറയാം, 2 യൂണിറ്റ് പറയാം, 0.5 യൂണിറ്റ് പറയാം. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് റേഡിയസിലുള്ള എല്ലാ സർക്കിൾസും ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ സർക്കിളിൽ ഈ 1 യൂണിറ്റ് റേഡിയസ് വരുന്ന സർക്കിൾസിൻ്റെ കളക്ഷൻ ഉണ്ടല്ലോ, അത് ഹോൾ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിയ സർക്കിൾസ് ഉണ്ടാവും, കുഞ്ഞ് സർക്കിൾസ് ഉണ്ടാവും, ഇനി 1 യൂണിറ്റ് വരുന്ന സർക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന മൊത്തം സെറ്റുകളുടെ സബ്സെറ്റ് ആയിരിക്കും എന്ത്, 1 യൂണിറ്റ് വരുന്ന സർക്കിൾസിൻ്റെ കളക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരണ്ടേ അല്ലേ. കാരണം എക്സ് എന്നുള്ളത് 1 യൂണിറ്റ് ഉള്ളത്, ഇതാണ് വലിയ സെറ്റ്, ഇത് വലിയ സെറ്റോ അത് കുഞ്ഞ് സെറ്റോ. അപ്പോൾ ഈ വലിയ സെറ്റ് ചെറിയ സെറ്റിൻ്റെ സബ്സെറ്റ് അല്ല എന്നല്ലേ പറയണ്ടേ. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എന്ന് പറയണം. ഇനി എക്സ് ഇസ് എ ട്രയാങ്കിൾ ഇൻ ദ പ്ലെയിൻ, എക്സ് ഇസ് എ റെക്റ്റാങ്കിൾ ഇൻ ദ പ്ലെയിൻ. അപ്പോൾ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡഡ് പോളിഗൺ അല്ലേ. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, 4 സൈഡഡ് പാരലലോഗ്രാം വിത്ത് ആംഗിൾസ്, ഓൾ ആംഗിൾസ് 90 ഡിഗ്രി, അതാണല്ലോ. അപ്പോൾ 3 സൈഡഡ് പോളിഗൺ ഈ 4 സൈഡഡ് പോളിഗണിൻ്റെ സബ്സെറ്റ് ആയിരിക്കുമോ, അല്ല. സോ ദിസ് വിൽ ബി not a subset of. ഇനി x is an equilateral triangle in a plane, x is a triangle in the same plane. അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ്. അതേപോലെ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ട്രയാങ്കിൾസിൽ ഇഷ്ടംപോലെ വരാം അല്ലേ. ഈക്വലാറ്ററൽ വരാം, സ്കെലീൻ വരാം, അതേപോലെ ഐസോസിലസ് വരാം, എല്ലാ ടൈപ്പ് ട്രയാങ്കിളും വരാം. അതിൽ ഈക്വലാറ്ററൽ മാത്രം കൺസിഡർ ചെയ്ത് എന്തായിരിക്കും, ദിസ് വിൽ ബി സബ്സെറ്റ് ഓഫ്. ഇനി എക്സ് ഇസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ, എക്സ് ഇസ് എൻ ഇൻറ്റീജർ. അപ്പോൾ ഈവൻ നാച്ചുറൽ നമ്പർ ആൻഡ് ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈവൻ നാച്ചുറൽ നമ്പർ അത് 2, 4, 6, 8 എക്സെട്ര എന്നുള്ള സെറ്റായിരിക്കും അല്ലേ. 2, 4, 6, 8 എക്സെട്ര. ഇനി എക്സ് ഇസ് എൻ ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എക്സെട്ര -2, -1, 0, 1, 2 എക്സെട്ര എന്നുള്ളത് വരും. അപ്പം നമുക്കറിയാം എന്താണ്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇൻറ്റീജേഴ്സ് ആണ്, എല്ലാ ഈവൻ നാച്ചുറൽ നമ്പേഴ്സും എന്തായിരിക്കും, ഇൻറ്റീജേഴ്സ് ആയിരിക്കും. സോ അത് സബ്സെറ്റ് ഓഫ് എന്ന് പറയാം. ഓക്കെ, സബ്സെറ്റ് ആണ്. ഇനി എക്സാമിൻ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എക്സാമിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ AB നോട്ട് സബ്സെറ്റ് ഓഫ് BCA, ഇത് ഫോൾസ് അല്ലേ. കാരണം എന്താണ്, എയും ബിയും ഇവിടെ ഉണ്ട്, AB ഉണ്ട്, സബ്സെറ്റ് ആണ്. സോ നോട്ട് എ സബ്സെറ്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇനി A, E സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വൗവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും AE എന്നുള്ളത് എന്താണ്, വൗവൽസ് ഏതൊക്കെയായിരുന്നു, വൗവൽസ് AEIOU ആയിരുന്നു അല്ലേ. അപ്പോൾ AEIOUവിൻ്റെ സബ്സെറ്റ് ആണ് എന്ത്, AE എന്നുള്ളത്. സോ ദിസ് ഇസ് ട്രൂ. ഇനി
1 2 3 സബ്സെറ്റ് ഓഫ് 1 3 5 ആണോ? 1 2 3യിൽ എന്താണ് 2 ഉണ്ട് അല്ലേ? 2 എന്നുള്ള സംഭവമുണ്ട്. 2 ഇവിടെ ഉണ്ടോ? 2 ഡസ് നോട്ട് ബിലോങ്സ് ടു എവിടെ? 1 3 5. അപ്പോൾ ഇതെന്തല്ല, ഇത് ശരിക്കും നോട്ട് എ സബ്സെറ്റാണ്. അപ്പോൾ ദിസ് ഇസ് ഫോൾസ്. ഇനി സെറ്റ് എ സബ്സെറ്റ് ഓഫ് എ ബി സി ട്രൂ ആണ് അല്ലേ? കാരണം ഇത് നമ്മളെ സിംഗിൾട്ടൺ സെറ്റായിരുന്നു. ഇനി അതേപോലെ തന്നെ സെറ്റ് എ ബിലോങ്സ് ടു എ ബി സി എന്നുള്ളതിൽ എ ബിലോങ്സ് ടു ആണ്. ബിലോങ്സ് ടു യൂസ് ചെയ്യാൻ പാടുമോ? ബിലോങ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ബിലോങ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരണം, എ ബി സി എന്ന് വരണം. ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ ബിലോങ്സ് ടു യൂസ് ചെയ്യുക. അപ്പോൾ ഇത് എന്താ? ഫോൾസ് ആണ്, ബിലോങ്സ് ടു എന്ന് പറയില്ല. ഇനി എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അപ്പോൾ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 2 and 4. പിന്നെന്താ? സബ്സെറ്റ് ഓഫ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. അപ്പോൾ 36നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് എന്തൊക്കെയായിരുന്നു? 136, 2 എന്താണ്? 218, പിന്നെ 3 12, പിന്നെ അടുത്തത് 4 9 ഉണ്ടോ? അങ്ങനെ പോവും. അപ്പോൾ നമുക്ക് കിട്ടി എന്ത്? 2 4 ഇവിടെ ഉണ്ട്, 2ഉം 4ഉം ഇവിടെ ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ സബ്സെറ്റ്. അപ്പോൾ ഇതെന്തായി? ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണ് കിട്ടി. ഇനി എ ഈക്വൽ ടു 1 2 3 4 5 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ. അപ്പോൾ ഇവിടെ 3 4 സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതിക്കണേ. 3 4 സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് ശരിയാണോ? 3 4 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയണമെങ്കിൽ 3 4 എന്നുള്ള ഒരു എലമെൻറ്റ് ഇവിടെ വേണം. അപ്പോൾ ഇവിടെ ബിലോങ്സ് ടു 3 4 എന്നുള്ളൊരു എലമെൻറ്റ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ബിലോങ്സ് ടു ആണ് വേണ്ടത്. ഇവിടെ സബ്സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ ഒരു സംഭവം വേണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഇങ്ങനെ പറയാൻ പറ്റില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ഫോൾസ്. ഇനി 3 4 ബിലോങ്സ് ടു എ, അത് ശരിയല്ലേ? കാരണം എന്താ? 3ഉം 4ഉം ഇവിടെ ഉണ്ട്. 3 4 എന്നുള്ളത് 1 2 3 4 എന്നുള്ളത് ഒരു എലമെൻ്റ് ആയിട്ട് അവിടെ ഉണ്ട്. സോ ദിസ് ഇസ് ട്രൂ. ഇനി സെറ്റ് ഓഫ് 3 4 സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ സെറ്റ് ഓഫ് 3 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സബ്സെറ്റ് ഓഫ് എ. ഇത് കറക്റ്റ് ആണ്, ദിസ് ഇസ് ട്രൂ. കാരണം ഇവിടെ ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് അല്ലേ? ഈ നമ്മളെ വലിയ സെറ്റിലുള്ള ഒരു 3 4 എന്നുള്ള ഒരു എലമെൻറ്റിനെയാണ് ഞാൻ എടുത്തത്. അത് സിംഗിൾട്ടൺ സെറ്റാണ്. ദിസ് ബിലോങ്സ് ടു എ എന്നുള്ളത് ട്രൂ ആണ്. ഇനി 1 ബിലോങ്സ് ടു എ, 1 ഒരു എലമെൻ്റ് ആണ്, അത് ബിലോങ്സ് ടു എ എന്നുള്ളത് ട്രൂ അല്ലേ? ബിലോങ്സ് ടു എ ട്രൂ ആണ്. ഇനി നമ്മൾ സെറ്റ് എന്തായിരുന്നു? സെറ്റ് 1 2 3 4 5 ഇതായിരുന്നു സെറ്റ്. ഇതിൽ 1 സബ്സെറ്റ് ഓഫ് എ, 1 എൻ്റെ സബ്സെറ്റ് ആണോ? 1 എൻ്റെ സബ്സെറ്റ് ആണോ? 1 ഒരു എലമെൻറ്റാ. അപ്പോൾ ഇത് ഫോൾസ് അല്ലേ? ദിസ് ഇസ് ഫോൾസ്. ഇനി 1 2 5 സബ്സെറ്റ് ഓഫ് എ, 1 2 5 1 2 5 എന്നുള്ളത് സബ്സെറ്റ് ഓഫ് എ അല്ലേ? 1 2 5 സബ്സെറ്റ് ഓഫ് എ. കാരണം എന്താണ്? ഇതിൽ നിന്ന് ഞാൻ 3 എലമെൻ്റ് എടുത്തു. അപ്പോൾ അത് 1 2 5 സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് എന്തായി? ട്രൂ ആയി. ഇനി 1 2 5 ബിലോങ്സ് ടു എ ആണോ? 1 2 5 ബിലോങ്സ് ടു എ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് വേണം? ഇതിൽ 1 2 5 എന്നുള്ള ഇങ്ങനൊരു സംഭവം വേണ്ടേ? ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ബിലോങ്സ് ടു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ പക്ഷെ നമ്മൾ സെറ്റിൽ അതില്ലല്ലോ. അപ്പോൾ ബിലോങ്സ് ടു അല്ല, സബ്സെറ്റ് ആണ്. സോ ദിസ് ഇസ് ഫോൾസ്. ഇനി 1 2 3 സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ 1 2 3 എന്ന് പറയുമ്പോൾ 1 വേണം, ശരിയാണ്. 2 ഉണ്ട്, പക്ഷെ 3 ഉണ്ടോ? 3 ഇല്ല അല്ലേ? 3ക്ക് പകരം എന്താ? 3 4 എന്നുള്ള ഒറ്റ എലമെൻ്റാണ് ഉള്ളത്. അപ്പോൾ ഇത് സബ്സെറ്റ് അല്ല, ദിസ് ഇസ് ഓൾസോ ഫോൾസ്. ഇനി 5 ബിലോങ്സ് ടു എ. 5 ബിലോങ്സ് ടു എ ശരിയാണോ? 5 എന്നുള്ളത് എന്തായിരുന്നു? 5 എന്നുള്ളത് ഒരു സെറ്റാണ്. അപ്പോൾ ഏത് സെറ്റിൻ്റെ സബ്സെറ്റ് ആണ് എന്ത്? 5, അല്ലാതെ അത് എലമെൻ്റ് അല്ല. അപ്പോൾ 5 എപ്പോഴും എന്ത് വേണം? സബ്സെറ്റ് ആണെന്നുള്ളത് കറക്റ്റാണ്, ബിലോങ്സ് ടു എന്നുള്ളത് തെറ്റാണ്. ഇനി സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെറ്റ് 5 എന്നുള്ളത് നമ്മളെ സെറ്റിൽ 5 ഉണ്ടോ? സെറ്റ് 5 നമ്മളെ സെറ്റിലുണ്ടോ? നമ്മളെ സെറ്റ് എന്തായിരുന്നു? 1 2 3 4 5 ഇതായിരുന്നു നമ്മളെ സെറ്റ്. ഇതിൽ സെറ്റ് 5 എന്നുള്ളൊരു എലമെൻ്റ് ഇല്ലല്ലോ. അപ്പോൾ സെറ്റ് 5 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിലില്ല, സെറ്റ് 5 അതിലില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ഫോൾസ്. ഓക്കെ. ഇനി റൈറ്റ് ഡൗൺ ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സബ്സെറ്റും നമ്മൾ എഴുതണം. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ എന്താ വരിക? എ 5. അപ്പോൾ നമ്മൾ ഏത് സെറ്റിൻ്റെ പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സബ്സെറ്റിൻ്റെയും കളക്ഷൻ, അതാണ് കേട്ടോ പവർ സെറ്റ്. സെറ്റ് ഓഫ് ഓൾ
സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പവർ സെറ്റ് എന്ന് പറയാം, പവർ സെറ്റ്. അപ്പോൾ A5 എന്നുള്ളതായിരിക്കും ഫസ്റ്റത്തെ സെറ്റ്. രണ്ടാമത്തത് എന്തായിരിക്കും? A5 എന്നുള്ളത് എഴുതി, പിന്നെ എന്തും കൂടെ ഉണ്ടാവും, അത് 2 എലമെൻ്റ് ഉള്ള സെറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ സിംഗിൾട്ടൺ സെറ്റും കൂടെ വരും. ഓക്കെ, സിംഗിൾട്ടൺ സെറ്റും കൂടെ വന്നു. ഇനി 1 2 3 5. അപ്പോൾ മൂന്നാമത്തത് അതിലെന്താ വരിക? 1 2 3 5 1 2 3 ഇങ്ങനെയല്ലേ വരിക? വേറെ ഏതെങ്കിലും വരുമോ? വേറെ 2 എലമെൻസിൻ്റെ കളക്ഷൻസും കൂടെ എഴുതണം അല്ലേ? നമ്മൾ ആദ്യം നമ്മൾ സെറ്റ് A എടുത്തു, പിന്നെ 5 എടുത്തു, പിന്നെ സിംഗിൾട്ടൺ എലമെൻറ്റ്സ് എടുത്തു. ഇനി 2 എലമെൻസിൻ്റെ കളക്ഷൻ വരും. ദിസ് ഈസ് 1 2 2 3, പിന്നെ എന്ത് വരും? 1 3 വരും. ഇതായിരിക്കും നമ്മൾ കളക്ഷൻ 3. ഇനി 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 5 ആണ്. 5ൻ്റെ സബ്സെറ്റ് 5 മാത്രമല്ലേ ഉള്ളൂ, വേറെ വരില്ലല്ലോ. 5ക്ക് ആകെ ഒറ്റ സബ്സെറ്റ് അല്ലേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്, അതിൽ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. ഇനി റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇൻ്റർവെൽസ്. ഇൻ്റർവെൽസ് ആക്കി എഴുതുമ്പോൾ എന്ത് വേണം? ഇൻ്റർവെൽസ് ആക്കിയിട്ട് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്നുള്ളതൊക്കെ നോക്കണം. അപ്പോൾ ഇവിടെ ശരിക്കും ലെസ് ദാൻ അല്ലേ? ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പൺ ഇൻ്റർവെല്ലും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെല്ലും ആയിരിക്കും. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ആണ്, അപ്പോൾ അതെന്താണ്? -4, ഓപ്പൺ -4. പിന്നെന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ എന്ത് കിട്ടി? -4 6. അടുത്തത് എന്തായിരുന്നു? -12 -10. ഇവിടെ ലെസ് ദാൻ ആണല്ലോ അല്ലേ? അപ്പോൾ ഓപ്പൺ, ലെസ് ദാൻ ഓപ്പൺ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക? ഇൻ്റർവെൽ എഴുതുക. ഇനി x such that x belongs to R 0 less than or equal to x less than 7. അതെങ്ങനെ വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ എന്താണ്? ക്ലോസ്ഡ് 0 7 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരുന്നു? ഓപ്പൺ അല്ലേ? ഓപ്പൺ അല്ല വരിക, കാരണം എന്താണ്? ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോഴാണ് ക്ലോസ്ഡ് വരിക. ഇനി എന്താ? 3 4 അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്ലോസ്ഡ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്ലോസ്ഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർവെൽ എഴുതാം. ഇനി റൈറ്റ് ദ ഫോളോയിങ് ഇൻ്റർവെൽസ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എന്താണ്? ഓപ്പൺ ആണ്. അപ്പോൾ എന്ത് വരും? ലെസ് ദാൻ വരും അല്ലേ? -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0, ഓപ്പൺ ആയതുകൊണ്ട്. അടുത്തത് എന്താണ്? 6 12. അവിടെ എന്ത് വരും? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എന്ത് വരും? 6 ലെസ് ദാൻ ഈക്വൽ ടു വരില്ലേ? ബിക്കോസ് ഇവിടെ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആകുമ്പോൾ എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. അപ്പോൾ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 വരും. ഓക്കെ, ഇനി 6 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എന്ത് വേണം? ഓപ്പൺ ആണ്. ഓപ്പൺ 6 ആണ്. ഓപ്പൺ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലെസ് ദാൻ എക്സ്, പിന്നെന്താണ്? ക്ലോസ്ഡ് 12 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 കേളി ബ്രാക്കറ്റ്സ്. അടുത്തത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എന്താ? -23 5 ആണ്. അപ്പോൾ -23 എന്ന് പറയുമ്പം -23 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയാൻ എന്താണ്? അവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓപ്പൺ ഇൻ്റർവെൽ ആകുമ്പോൾ എന്താണ്? ലെസ് ദാൻ വരും. ഓക്കെ, ഇനി വാട്ട് യൂണിവേഴ്സൽ സെറ്റ് വുഡ് യു പ്രപ്പോസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 സെറ്റ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ കളക്ഷൻ അല്ലേ? റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമ്മൾ എന്തിൻ്റെ സബ്സെറ്റ് ആയിട്ട് പറയാൻ പറ്റും? ട്രയാങ്കിൾസിൻ്റെ കളക്ഷൻ അല്ലേ റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ? മൊത്തം ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പാർട്ട് ഓഫ് അതാണ് എന്ത്? നമ്മൾ റൈറ്റ് ട്രയാങ്കിൾസ്. അതേപോലെ തന്നെ എന്താണ് അടുത്തത്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതും ഒരു പാർട്ട് ഓഫ് ഹോൾ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ നമ്മളെ യൂണിവേഴ്സൽ സെറ്റ് എന്ത് വേണം? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞൂടെ? യൂണിവേഴ്സൽ സെറ്റിന് എന്ത് എഴുതാം? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ.
ഇതാണ് നമ്മൾ എന്ത് യൂണിവേഴ്സൽ സെറ്റ് വരിക. ഇതിൻ്റെ സബ്സെറ്റ് ആയിരിക്കില്ലേ ഇത്. ഫസ്റ്റ് വൺ ഇതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും, സെക്കൻഡ് വൺ വിൽ ബി ഓൾസോ സബ്സെറ്റ് ഓഫ് യു. ഓക്കെ. ഇനി given the sets A is equal to 1 3 5, B equal to 2 4 6, C equal to ഇങ്ങനെ. അതിൽ എങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിട്ടുണ്ട് 1 3 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ സെറ്റിന് ഈ 1 3 5 അങ്ങനെ തന്നെ എഴുതണം. 1 3 5. നെക്സ്റ്റ് എന്താണ് 2 4 6 ആണ്. 2 4 6നെയും കൂടെ നമുക്കിവിടെ എഴുതാമല്ലോ. 2 4 6 എഴുതി. പിന്നെ എന്താ ഉള്ളത് 0 2 4 6 8. അപ്പോൾ 2 4 6 ഞാൻ ഓൾറെഡി എഴുതി, പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ ഉള്ളത് 0യും 8ഉം ആണ്. 0യും 8ഉം ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് യൂണിവേഴ്സൽ സെറ്റ് വരിക. ഇതാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ്. ഈ യൂണിവേഴ്സൽ സെറ്റിന് ഇതിൽ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് സെറ്റ് നോക്കൂ. ഫസ്റ്റിൽ 1 2 3 0 1 2 3 4 5 6 ആണുള്ളത്. അതിൽ 8 ഇല്ലല്ലോ, 8 ഇല്ല. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഇനി 5 ഒരിക്കലും യൂണിവേഴ്സൽ ആവില്ല, കാരണം അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ 5 ഏതായാലും യൂണിവേഴ്സൽ ആവില്ല. നെക്സ്റ്റ് വരിക, പിന്നെ ഇത് നോക്കണം 1 2 3 4 5 6 7 8. അപ്പോൾ ഇവിടെ 0 ഉണ്ട് അല്ലേ. 0 ഇതിലുണ്ടോ? 0 ഇതിലില്ല. സോ ഇത് വരില്ല. പിന്നെ ഏതായിരിക്കും? ഇതാണ് നമ്മളെ യൂണിവേഴ്സൽ സെറ്റ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ കണ്ടുപിടിച്ച സെറ്റ് ആ വലിയ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതായിരിക്കും? ഇതാണ് നമ്മളെ വലിയ സെറ്റ് വരിക. ഓക്കെ.